ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത അത്ഭുതമാവുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ 2. റിലീസായി 7 ദിവസങ്ങൾക്കുള്ളിൽ ചിത്രം എത്തിയത് ബോളിവുഡിന് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഹൈപ്പിലാണ്. ചുരുങ്ങിയ സമയത്തിൽ 1000 കോടി എന്ന വലിയ നേട്ടമാണ് ചിത്രം സ്വന്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റിക്കുറിക്കുന്ന നേട്ടമെന്ന് പറയാം. റിലീസായ അന്നു മുതൽ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പല വിധത്തിലാണ്. ഇതിനിടെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് നായകന്റെ അറസ്റ്റും എല്ലാം സിനിമയ്ക്ക് റീച്ച് കൂട്ടിയിട്ടേയുള്ളൂ. ഇപ്പോഴും തിയേറ്ററുകളിൽ പുഷ്പരാജിനെ കാണാനായി നിലയ്ക്കാതെ എത്തുന്ന ആരാധക പ്രവാഹം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തെലുങ്ക് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ചിത്രം ഹിന്ദി മേഖലയിൽ നിന്നാണ് പണം വാരുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു തെലുങ്ക് സിനിമയ്ക്കും ലഭിക്കാത്ത വലിയ നേട്ടമാണ് പുഷ്പയ്ക്ക് ലഭിക്കുന്നത്. ബോളിവുഡ് അടക്കി ഭരിക്കുന്ന ഖാൻമാർക്ക് പോലും ഈ നേട്ടം സ്വപ്നങ്ങളിൽ മാത്രം. ചിത്രം തിയേറ്ററുകളിലെത്തി ആദ്യ ദിവസങ്ങളിൽ പലയിടത്തു നിന്നും നെഗറ്റീവ് റിവ്യൂകളും എത്തിയിരുന്നു. എന്നാൽ അതൊന്നും അല്ലു ആരാധകരെ തിയേറ്ററുകളിൽ നിന്നും അകറ്റിയില്ല എന്നു മാത്രമല്ല, 7 ദിവസം കൊണ്ട് 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ ചിത്രത്തിന് സാധിക്കുകയും ചെയ്തു. അതിൽ പ്രധാന ഭാഗവും ഹിന്ദി മേഖലയിൽ നിന്നാണെന്നതും ശ്രദ്ധേയമാണ്. എന്താണ് പുഷ്പയ്ക്ക് ഇത്ര സ്വീകാര്യത കിട്ടാൻ കാരണം? അസാധാരണമായ ഈ വിജയത്തിന് പിന്നിലെ ബിസിനസ് തന്ത്രം എന്താകും? ഇവിടെ ഏറെ പ്രധാനമാകുന്നത് അല്ലു അർജുൻ എന്ന ബ്രാൻഡ് തന്നെയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നടന്റെ വിപണന മൂല്യം നിശ്ചയിക്കുന്നതും അയാളെ ഒരു സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ ആക്കുന്നതും ആ നായകന്റെ സിനിമകൾക്ക് ലഭിക്കുന്ന ഇനിഷ്യൽ കളക്ഷനെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെയാണ് ഇന്ത്യയിൽ മറ്റൊരു താരത്തിനും ഇന്നേ വരെ സാധിക്കാത്ത തരത്തിൽ കേവലം 7 ദിവസം കൊണ്ട് 1000 കോടി നേട്ടത്തിലേക്ക് അല്ലു അർജുൻ എത്തുന്നത്. കഥയിലോ അവതരണ രീതിയിലോ ഒന്നും ഒരു അസാധാരണത്വമോ പുതുമയോ ഒന്നും തന്നെ പുഷ്പയ്ക്ക് അവകാശപ്പെടാനില്ല. ഒരു സാധാരണ തെലുഗു സിനിമയുടെ സ്ഥിരം ഫോർമാറ്റിലുള്ള ഒരു മാസ് മസാല ചിത്രം. ഇത്തരമൊരു ചിത്രം അസാധാരണമാം വിധത്തിൽ വിവിധ ഭാഷകളിൽ മേഖലകളിൽ ശ്രദ്ധ നേടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും നായകനാണെന്ന് പറയാം. പുഷ്പ ദി റൈസ് എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ പോപ്പുലാരിറ്റി രണ്ടാം ഭാഗത്തിലേക്ക് ആളുകളെ എത്തിച്ചു എന്ന് പറയാമെങ്കിലും ഇതിനെല്ലാം അപ്പുറത്ത് ഭാഷാഭേദമെന്നേ അല്ലു അർജുന് കിട്ടുന്ന സ്വീകാര്യത തന്നെയാണ് പ്രധാന ഘടകം. ഇത്തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് അല്ലു വളർന്നു എന്ന് തന്നെ പറയാം. തെന്നിന്ത്യയ്ക്കൊപ്പം ഉത്തരേന്ത്യയിലും ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യതയും 7 ദിവസത്തിനുള്ളിൽ 1000 കോടി എന്നതും നടന്റെ താരമൂല്യം വീണ്ടും ഇരട്ടിപ്പിക്കുന്നു. പുഷ്പയുടെ ആദ്യ ഭാഗത്തിനും ഹിന്ദി മേഖലകളിൽ നിന്ന് മികച്ച കളക്ഷനാണ് ലഭിച്ചത്. അല്ലു അർജുന് ഉത്തരേന്ത്യയിൽ ഇത്രയേറെ സ്വീകാര്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നതും ഈ വിജയത്തോടെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം ആ മേഖലകളിൽ കൂടുതൽ തിയേറ്ററുകളിൽ എത്തിച്ചും വൻപിച്ച പ്രചരണ തന്ത്രങ്ങളിലൂടെ സിനിമയ്ക്ക് അസാധാരണ ഹൈപ്പ് നൽകിയും കാണികളെ തിയേറ്ററിലെത്തിക്കാൻ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചു എന്നതും സിനിമയുടെ വിജയത്തിന് വലിയ പങ്കുവഹിച്ച ഘടകമാണ്. പുഷ്പയ്ക്ക് മുൻപും നിരവധി തെലുങ്കു സിനിമകൾ മൊഴിമാറ്റം നടത്തി ഹിന്ദിയിലെത്തിയിട്ടുണ്ട്. അവയിൽ പലതിനും മികച്ച വിജയം സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലു അർജുൻ ചിത്രങ്ങൾക്ക് ലഭിച്ച വൻപിച്ച സ്വീകാര്യത ആർക്കും കൈവരിക്കാനായില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഉത്തരേന്ത്യൻ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഡാൻസിലെ ഫാസ്റ്റ് നമ്പറുകളിലെ അസാധ്യ മെയ്വഴക്കവും ഫൈറ്റ് സീനുകളിലെ സ്റ്റൈലും അല്ലുവിന്റെ ജനപ്രീതിക്ക് കാരണമായെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഘടകങ്ങളിൽ നിന്നൊക്കെ അല്ലു അർജുൻ എന്ന ബ്രാൻഡ് ഇന്ത്യ ഒട്ടാകെ നന്നായി വിൽക്കപ്പെടുമെന്ന ഉത്തമ ബോധ്യം തന്നെയാണ് ആദ്യ പതിപ്പിന്റെ ഇരട്ടി ബജറ്റിൽ രണ്ടാം പതിപ്പ് നിർമ്മിക്കാൻ നിർമ്മാതാക്കൾക്ക് ധൈര്യം നൽകിയതും. അല്ലു എന്ന മികച്ച എന്റർടൈനറെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും മികച്ച ദൃശ്യവിരുന്നൊരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ബിസിനസ് തന്ത്രമാണ് സിനിമയുടെ അസാധാരണ വിജയത്തിന് പിന്നിൽ. 500 കോടി ബജറ്റിൽ നിർമ്മിച്ച പുഷ്പ 2 ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ ബജറ്റുകളിൽ ഒന്നാണ്. 2021 ഡിസംബറിൽ റിലീസായ പുഷ്പയുടെ ആദ്യ ഭാഗമെത്തി 3 വർഷം പൂർത്തിയായപ്പോഴാണ് രണ്ടാം ഭാഗവും എത്തിയത്. എന്നാൽ ആദ്യ ഭാഗത്തിന് ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് പുഷ്പ 2വിന് ലഭിച്ചത്. രണ്ടാം ഭാഗത്തിന് അല്ലു അർജുന്റെ പ്രതിഫലം 300 കോടിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ സിനിമാ രംഗം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള കൃത്യമായ മറുപടിയും ചിത്രം നൽകുന്നുണ്ട്. ബോളിവുഡിലെ മുൻനിര നായകന്മാരുടെ സിനിമകൾ പോലും വൻ പരാജയമാകുമ്പോൾ ഹിന്ദി പ്രേക്ഷകരുടെ അഭിരുചി മനസ്സിലാക്കി അവർക്ക് ആഘോഷിക്കാൻ പാകത്തിൽ ഒരു സിനിമ തയ്യാറാക്കി നൽകി എന്നതാണ് പുഷ്പ നിർമ്മാതാക്കളുടെ മികച്ച വിജയമായി എടുത്തു പറയേണ്ടത്. ഇനി 2028 പുഷ്പയുടെ 3ാം ഭാഗമായ പുഷ്പ 3യുടെ തയ്യാറെടുപ്പിലാണ് പുഷ്പ ടീം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.